അളിയ ഒന്നും കൊണ്ടും പേടിക്കണ്ട. 2 ദിവസത്തിനകത്ത് അളിയന്റെ പാസ്പോർട്ട് അളിയന്റെ കയ്യിൽ കിട്ടും. അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ അളിയ വേറൊരു കാര്യം, അളിയൻ പോയി അവിടെ സെറ്റായിട്ടെ എനിക്കൂടെ ഒരു വിസ. ഞാൻ ഇവിടെ ഒന്നും മടുത്തളിയ നരയിക്കോ. പ്രതീക്ഷ ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ടോ നീ? പ്രതീക്ഷ കേട്ടടാ. പിന്നെന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലടേ ഞാനിപ്പോ. ഇന്ന് രാത്രി ഉറങ്ങാൻ എനിക്കൊരു സ്ഥലം വേണം. ഞാനും നിന്റെ കൂടെ വരട്ടെ. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലാ? അളിയ ഞാൻ എങ്ങോട്ടേലും പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തന്ത എന്റെ കട്ടിലേക്ക് കയറി കിടക്കാൻ. പുള്ളി എടുത്തിട്ട് ഞാൻ താഴെ കിടത്തിയിട്ടാണ് പിന്നെ അവസാനം ഞാൻ മണ്ടേ കയറി കിടക്കുന്നത്. അവിടെ നിന്നെ കൊണ്ട് ഞാൻ കിടത്തണോ? സുരഭിയുടെ വീട്ടിൽ ഇപ്പൊ എന്താണ് പ്രശ്നം? ഇനി അങ്ങോട്ട് പോയി ഒട്ടും ശരിയാവത്തില്ല. എടാ സുരഭി എന്നെ ചീറ്റ് ചെയ്യും. ഞാൻ അറിയാതെ എന്റെ കള്ളൊപ്പിട്ടിട്ട് അവൾ അമ്മയ്ക്ക് കൊടുത്തേ. അതൊരു ഒപ്പിന്റെ കേസല്ലേ? നീ അതങ്ങ് വിട്ടുകളാ. എനിക്ക് അവളോട് ടെസ്റ്റ് അവൾ ബ്രേക്ക് ചെയ്തു. അതെങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യാൻ. നീ എഴുന്നേറ്റ് വാ. എടാ വന്നാൽ ശരിയാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ കിടക്കാന്ന? എന്റെ പൊന്നളിയാ, ഞാനൊക്കെ ഈ തരം താഴ്ന്ന കണക്ക് ജീവിക്കുന്ന കണക്ക് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. എടാ ഇപ്പൊ നിനക്ക് സുരഭിയുടെ വീട്ടിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല നിനക്ക്. എല്ലാത്തിനും ഇമോഷണൽ ആയിട്ട് കാണാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടാ പ്രതീക്ഷ. എടാ അത് മാത്രമല്ല പ്രശ്നം. ഞാനിങ്ങനെ ഈ പ്രശ്നത്തിന്റെ പേരിലൊന്നും അവളെ തല്ലിയായിരുന്നു. അത് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ സുരഭിയോട് സംസാരിക്കാം. ഞാൻ തല്ലിയത് മോശമായി പാടി. നീ എന്ന് മുതലാണ് അമ്മേന്റെ അടുക്ക കള്ളം പറയാൻ തുടങ്ങിയത്? ഞാൻ എന്തോ പറഞ്ഞ? നിന്റെ കയ്യില് പെട്ടി വീണാണ് പ്രതീക്ഷ പിടിച്ച് തിരിച്ചാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞാൻ എന്തിനാ ഒന്നും അറിയൂലെന്ന് വിചാരിച്ചാ നീ? കൊള്ളാലോ, അവൻ എന്തൊരു ധൈര്യം. അത് എനിക്ക് പ്രതീക്ഷ അങ്ങനെ കൈപിടിച്ചേ. അവൻ അങ്ങനെ ന്യായീകരിക്കൊന്നും വേണ്ട, ഞാൻ ചോദിക്കും. നിന്റെ കൈ ഇങ്ങനെ പിടിച്ച് തിരിക്കണമെങ്കിൽ അവൻ എന്തോരം ദേഷ്യം ഉള്ളിൽ ഉണ്ടായിട്ടായിരിക്കണം. ഇവിടെ വന്ന വരേക്കും നിനക്ക് വേദന ഉണ്ടായിരുന്നല്ല ഇല്ലേ? നീ കരഞ്ഞോണ്ടല്ലേ കയറി വന്നത്? ഇങ്ങോട്ട് വരട്ടവൻ. അത് പിന്നെ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലേ പ്രതീക്ഷയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. താണ്ടവന്നെ, എനിക്ക് അവനെ അങ്ങനെ ന്യായീകരിക്കാനൊന്നും പറ്റൂല. അതേ, ഞാനാ നിന്റെ അച്ഛനാ. ഇത്രയും കാലം കൊണ്ട് നിന്നെ നുള്ളി നോവിച്ചിട്ടുണ്ടാ? ഇങ്ങോട്ട് നോക്കിയാണ്. അങ്ങനെ കണ്ടവന് കൊല്ലാൻ കൊടുക്കാനൊന്നും അല്ല ഞാൻ പെറ്റ് വളർത്തിയത്, കേട്ടല്ല? പ്രതീക്ഷ ഇവിടെ വരുമ്പോ ഇതൊക്കെ ചോദിച്ചാ പ്രതീക്ഷ ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവമ്മ. പോട്ട്, അവൻ പോണം. ഇങ്ങനെയുള്ളവന്മാര് ജീവിക്കണ്ട ഇവിടെ. പൊക്കോട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ ഇവിടെ നിൽക്കും, എന്റെ കൂടെ നിൽക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം നിന്നെ എന്റെ മോളെ ഞാൻ നോക്കും. എനിക്ക് പ്രതീക്ഷ ഇല്ലാതെ പറ്റൂല. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയല്ലോ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. എന്തൊക്കെ ആയാലും ഞാൻ അവന്റെ അടുക്ക 2 വാക്ക് പറയുന്നേ, അല്ലാതെ എനിക്ക് കിടന്ന് ഉറക്കം വരില്ല. വരട്ട്. അമ്മ പ്രതീക്ഷ വരുമ്പോ ചോദിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എന്റെ സ്വഭാവം അറിയാല്ല, പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരൂല. ഞാൻ അവന്റെ പറ്റ തള്ളയുണ്ടല്ലോ, അവന് തള്ളേനെ വിളിച്ചു പറയാം. വേണ്ട അമ്മ. മിണ്ടാതിരുന്നോണ നീ. അങ്ങനെ ആരും പോലും ഇല്ലാത്ത പെണ്ണല്ല നീ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.